Hey guys, welcome back to our channel। तो हम आ गए हैं एक्शन हीरो बिज्जू के कौन नए पार्ट के साथ। तो बहुत ही फनी मूवी है यार, ये हमें बोलना पड़ेगा। जैसे जैसे मूवी आगे बढ़ रही है ना, मजा ही आ रहा है और बहुत ज्यादा सस्पेंस भी बढ़ रहा है। हाँ, बाकी वॉकी टॉकी आगे देखते हैं कि जो वॉकी टॉकी है वो इनको मिलता है कि नहीं मिलता है। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। സാറേ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. സാറേ അടുത്തുവരെ പോയത് എന്താ അടുത്തുവരെ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റില്ല? ആ നിർത്തി സീറ്റ് മാറ്റി. സാർ ചായ എന്നാ കുടിക്കാൻ കോടതിയിലേക്ക് വിടാം. കോടതിയിലേക്ക് വിടണ്ട സാർ, പൈസ തരാം. ഞാൻ 100 എന്റെ സാറേ, മന്ത്രിമാര് കോടിക്കണക്കിന് കോഴ മേടിക്കാൻ നിങ്ങൾക്ക് പ്രശ്നമല്ല. റോഡ് ടാക്സ് അടിച്ചിട്ട് റോഡ് നിറച്ച് കുണ്ടും കുഴിയാ, അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. പാവപ്പെട്ട ഞങ്ങൾ ഹെൽമെറ്റ് വെക്കാതാണ് നിങ്ങളുടെ പ്രശ്നം. എടാ റോട്ടിൽ നിറച്ച് കുണ്ടും കുഴി ആയതുകൊണ്ടാണ് നിന്നോടൊക്കെ ഹെൽമെറ്റ് വെക്കാൻ പറയണത്. വിളിച്ചിട്ട് പോടാ ഇവന്. ഇതൊക്കെ എന്ത് ആ നിർത്തി 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 ഇങ്ങോട്ട് നിൽക്കും. സാറിന്റെ അടുത്തേക്ക് നിന്റെ ഹെൽമെറ്റ് എന്തിനാ? ഹെൽമെറ്റ് എടുത്തില്ല സാറേ. അതിന്റെ പേര് പറ. ബിജു. ബിജു നിന്റെ ലൈസൻസ് എന്തേ? ലൈസൻസ് എടുത്തില്ല സാറേ. ഹെൽമെറ്റ് ഇല്ല, ലൈസൻസ് ഇല്ല. ഇറങ്ങിക്കാണ്. ആ ഒരു 500 ഇട്. പോലീസ് കാണുന്നു വിചാരിച്ചില്ല സാറേ. എന്റെ വീട് തൊട്ടടുത്താ. സാറിന് വിശ്വാസമല്ല, എന്റെ വീട്ടിലോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ആ ഒരു 100 ഇട്. 100 സാറേ, 50 രൂപ. വിളിച്ചിട്ട് പോണ സാധനം. സാറിന് വിളിച്ചോളാം. സാറിന്റെ വീട് എവിടെ? സാറേ മിനി സാർ. ആ ഇത് എവിടെ പോയിട്ട് വരാം മിനി സാറേ? നിങ്ങളില്ലാത്തതിന്റെ ഒരു കുറവുണ്ട് ടെസ്റ്റ് സ്റ്റേഷനിൽ. എങ്ങനെയുണ്ട് കൃഷിപ്പണിയൊക്കെ? ഏതായാലും പോലീസ് പണിയൊക്കെ കൃഷിപ്പണിയാ മിനി സാറേ, അതാ നല്ലത്. ആരും സസ്പെൻഡ് ചെയ്യുമെന്ന് പേടിക്കണ്ട. അതിന്റെ ഒരു സന്തോഷം മിനി സാറിന് മുതൽ കാണാനുണ്ട്. സസ്പെൻഷനിലായ പോലീസുകാരന് നാട്ടിലൊരു വിലയില്ലെന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം അത് ബോധ്യമായി. സാറേ, ഞാൻ ഈ വയർലെസ് സ്വർണ്ണം വാങ്ങി തന്ന ഈ പ്രശ്നം തീരുമോ? അപ്പോൾ വെടി പൊട്ടിയതോ? 3 ദിവസം മറ്റേ പരാതിക്കാരൻ ഐസ് കിടന്നത്. എൻ്റെ പൊന്നെ നിർബന്ധം സാറേ, ഇത് ഡിപ്പാർട്ട്മെന്റ് പോകാൻ തോക്കല്ലേ. ആവശ്യമുള്ള നേരത്തെ ഇത് പൊട്ടയില്ല. എന്തായാലും ഈ വയർലെസ് അടിച്ചു മാറ്റിയവൻ അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കണ്ട. അതൊരു വെള്ളം മേടിച്ചു കണക്കാത്ത. क्या कर रहा है भाई? ये भी शराब पी है शायद। ये अंकल तो नहीं है वो वाले, ही वाले उनके दांत पीने थे। मेरे को पता नहीं, उन अंकल की बहुत याद आ रही है यार पूरी मूवी में। ശരിക്കും സണ്ണിച്ചായനുള്ള കഴിവ് വെച്ച് സണ്ണിച്ചായൻ ഇവിടെ നിർത്തിയാൽ പോരാ. ഞാൻ ചുമ്മാ പൊക്കി പറയുന്ന ടൈപ്പൊന്നും അല്ലെന്നറിയാലോ. സണ്ണിച്ചായൻ കാറൊക്കെ മേടിച്ച് എങ്ങനെ പോണത് എനിക്കും കാണണം. എനിക്കും വന്ന സണ്ണിച്ചായന്റെ കൂടെ. പിന്നെ അന്ന് വന്ന സാധനം ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാനതൊരുക്കി വേറെ ഡിസൈനുള്ള കാരണം പറഞ്ഞോട്ടെ. കണ്ടോ കണ്ടോ, അത് പറഞ്ഞപ്പോ മിണ്ടാട്ടില്ല. അല്ലേ यार ये बस गाने सुन रहा है। ये फोन ले गया उसका, उल्टी आ रही है उसको। ये अंदर ही ना करता है। उसको शायद ड्रॉप कर रहा है। वाह जी वाह, क्या गाना गा रही है शानदार। ഇച്ചായനാ ഇവിടെ നിന്നാണ് ഇത്ര നേരം മൊബൈലിൽ വിളിച്ചത്? വെറുതെ ഫോണിലെ കാശ് കളയാനായിട്ട് സർപ്രൈസ് തരാൻ വന്നതാ? കൊച്ചു കള്ളൻ. നീ ഇത്ര നേരം സംസാരിച്ചത് സാറിനോടാ? वो भी शर्मा रही है।
കൊള്ളാലോ. മീഡിയാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. ഇവൻ ആരാടി നിന്റെ കെട്ടിയാണോ? അല്ല. എനിക്ക് മനസ്സിലായി. എവിടെയാ നമ്മള് പറഞ്ഞ സാധനം എന്തി? എന്താ സാറേ? ഓ മനസ്സിലായില്ലാന്നല്ലേ? നമ്മൾ തമ്മിലാ നേരത്തെ ഫോണിൽ സംസാരിച്ചത്. അയ്യോ, ഞാൻ അത്രക്കാരിയൊന്നും അല്ല ആ സാറേ. കുഴപ്പമില്ല, ഞാൻ നോക്കിയെടുത്തോളാം. വേഗം തീർച്ചയാടാ. വാ. അയ്യോ വേണ്ട സാറേ, ഞാൻ എടുത്തു തരാം. ആ ചെല്. इसके आंखें देख रहा क्या है? कुछ गोल्ड का चांदी के है. ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എന്ത് ചെയ്യും? ഇനി ഒന്നുമില്ല സാറേ. क्या है ये? कॉइल. ഇത് കേടായ മൊബൈലാണ്. अच्छा अच्छा निशान है क्या? കിട്ടിയോ അവനെ? എവിടുന്ന് എവിടുന്ന്? അത് ശരി, ഞാനേ കമ്മീഷണർ ഒന്ന് വിളിക്കട്ടെ. कोबरा. No no no, किंग कोबरा. അവന്റെ ഒരു കോബ്ര, കിങ് കോബ്ര. ഇപ്പൊ മനസ്സിലാ പോലീസുകാരുടെ കിക്കിന് താഴെ കിടക്കുന്ന മോള് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളത്. എല്ലാ പോലീസുകാരും ശ്രദ്ധിക്കുക. പൊതുജനങ്ങളോടായാലും പ്രതികളോടായാലും മാന്യമായ സഭ്യമായ ഭാഷയിൽ സംസാരിക്കുക. कोबरा. അയ്യോ എന്നെ തെറിയെന്നറിയോ? എന്റെ ജീവിതത്തിൽ അങ്ങനെ തെറിയിട്ടില്ല. അയ്യോ മനോജ് സാർ ആകെ കണ്ണുകൾ ഇപ്പൊ ഉണ്ടായിരുന്നു. ഞാൻ ബെനി സാറിനെ വിളിച്ച് പറഞ്ഞു ഇവരെ കിട്ടിയ കാര്യം. എടാടാ അവനെ പറയട്ടെ. അവൻ പോയിക്കോട്ടെ സാറേ, അവൻ എവിടെയും തലയിൽ വീണ അത് നമ്മുടെ അല്ല. എന്ത് പോകാ പോയാ വണ്ടി എടു. കൺട്രോൾ 18 മൊബൈൽ KL7BD 1238. ഈ പൾസർ ബൈക്കിന്റെ RC അഡ്രസ് എടുത്തത്. നേരത്തെ അറിയിച്ച നമ്പർ പൾസർ ബൈക്കിന്റെ അല്ല സർ, ഒരു ഇന്നോവക്കാരുടെ നമ്പറാണ്. ഫേക്ക് നമ്പറാണ് സാറോ. സ്നാച്ചിങ്ങോ മറ്റോ എന്തോ കുഴപ്പമായിട്ട് പോയതാണ്. എവിടെ ഏത് ഹോസ്പിറ്റല്? ശരി ശരി, അവിടെ വരാം. ശരി സാർ, ഓക്കെ. സാറേ ഞാൻ സെല്ലിൻ്റെ ഉള്ളിൽ കയറിക്കോട്ടെ? എന്തിനാണ്? എനിക്ക് അവിടെ നിന്ന് കാണാം സാറേ. ഒന്ന് ചുമ്മാ ഇനി ഓൾറെഡി സസ്പെൻഷനിലാണ്. എന്റെ പണി കളയാൻ വേണ്ടിയിട്ടാണ്. സാറേ വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ പോകണം. मैं ही हूँ महान व्यक्ति जिसने ये कारनामा किया है. എപ്പോഴാണ് സംഭവിച്ചത്? वही होश आ गया. 6:30 കാണും. ഈ വന്ന ആളെന്തെങ്കിലും സംസാരിച്ചാൽ ശ്രദ്ധിച്ചോ? വല്ല തമിഴോ ഹിന്ദിയോ ബംഗാളിയോ അങ്ങനെ എന്തെങ്കിലും? അയാൾ എന്നോട് ഒന്നും പറഞ്ഞൊന്നുമില്ല. അയാൾ എൻ്റെ മാല പൊട്ടിക്കാൻ നോക്കിയിട്ട് ഞാൻ അലറിയപ്പോൾ തലക്കടിച്ചു. ഇല്ല ഹരിയേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല, വേദന കുറവുണ്ട്. ഇയാളെ കാണാൻ എങ്ങനെയായിരുന്നു? ഏകദേശം കറുത്തിട്ട് നല്ല നല്ല പൊക്കം ഉണ്ടായിരുന്നു. എന്ത് വേഷമാണ് ധരിച്ചിരുന്നത്? അതൊരു ഒരു ടീഷർട്ടായിരുന്നു. ഒരു ഗ്രേ കളറ് അല്ല, ഒരു കറുത്ത് ഡാർക്ക് ഷെയ്ഡിലെ ഒരു ബ്രൗൺ. എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല. വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? ഹരിയേട്ടൻ പുറത്തായിരുന്നേ. മോൻ ട്യൂഷന് പോയി. അവൻ സ്കൂളിൽ പോയി പിന്നെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 8:30 ബൈക്കിന്റെ ശബ്ദം വല്ലതും കേട്ടിരുന്നോ? ബൈക്ക് സ്റ്റാർട്ട് ആക്കുന്ന പോലെ എന്തെങ്കിലും? ആ, ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോണ പോലെ എനിക്ക് തോന്നി.
നിങ്ങൾക്ക് ആളെ കണ്ട് തിരിച്ചറിയാൻ പറ്റുമോ? ഇവരാരെങ്കിലും ആണോ നോക്കി? അല്ല, ഇവരാരും അല്ല. കൺട്രോൾ 18 മൊബൈൽ. നേരത്തെ പറഞ്ഞിരുന്ന കോൾ അറ്റൻഡ് ചെയ്തിരുന്നു. സ്നാച്ചിങ് കേസ് ആണോന്ന് സംശയമുണ്ട്. ഞാൻ നേരത്തെ ഒരു മെസ്സേജ് പാസ് ചെയ്തിരുന്നു, ഒരു ബ്ലാക്ക് പൾസറിന്റെ. അയാൾ തന്നെയാണോ എന്ന് സംശയമുണ്ട്. ഓൾ സ്റ്റേഷൻ മെസ്സേജ് കൊടുക്കുക. എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ കൺട്രോളിൽ വന്നിട്ട് അറിയിക്കാം. എടാ അവരുടെ വീട്ടിലൊന്ന് പോകണം, സീനൊന്ന് ചെക്ക് ചെയ്യണം. ഈ പകല് കംപ്ലീറ്റ് വന്ന് നോക്കി വെച്ചിട്ട് രാത്രി ആകുമ്പോൾ എടുക്കാനുള്ള തീരുമാനത്തിലാണ് നോക്കാൻ. ബംഗാളികളുണ്ട്, ഒരുപാട് ബംഗാളികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അടുക്കള ബൈക്കാണ് ഇറങ്ങി ഓടിയത്. അതാണ് അവർ പറഞ്ഞത്. സാറേ, മുമ്പൊക്കെ ബൈക്കിലൊക്കെ വന്നിട്ടാണ് മാലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോഴതല്ല, ഇപ്പൊ വീട്ടിൽ കയറി തലക്കടിച്ചിട്ടാണ് മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്നത്. സാർ ഇതൊരു ട്രൂ കേസാണോ സംശയമുണ്ട് സാറേ? കാരണം അവരുടെ മൊഴിയും ഈ സീനും തമ്മിൽ കുറച്ച് കോൺട്രഡിക്ഷൻ ഉണ്ട്. എടാ, ഞാൻ ഈ ട്രിവാൻഡ്രം സെഷൻസ് കോടതിയിൽ ഒരു വാറണ്ട് ഉണ്ട്, അതിന് പോയിക്കൊണ്ടിരിക്കുക. നാളെ വൈകുന്നേരം പറ്റും. നീ അത് കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കുക. ബാക്കി ഞാൻ വന്നിട്ട് നോക്കാം. വേണ്ട, കേസ് വേണ്ട. ആരും അറിയരുത്. കേസ് വേണ്ട, വേണ്ട സാർ. നിന്റെ അമ്മയോട് ഞാൻ നടന്ന സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരെൻ്റെ മുഖത്ത് നോക്കാതെ എന്നെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴേ എനിക്ക് ചെറിയ സംശയം തോന്നി. പക്ഷെ അവരെന്നെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ വേറൊരു പ്രതിയുടെ രൂപം പറഞ്ഞു. അത് കഴിഞ്ഞ് നിന്റെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് കാര്യം ഏകദേശം പിടികിട്ടി. എനിക്കത്ര ഉറപ്പുണ്ടായിട്ടും ഞാൻ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും നിന്റെ അമ്മ പരമാവധി പിടിച്ചു. എന്നിട്ട് അവസാനം കൈകൂപ്പി അവർ പറഞ്ഞു, ആരും അറിയരുത്, എൻ്റെ മകനാണ് ചെയ്തെന്ന് ആരും അറിയരുത്. നീയോ കഞ്ചാവ് ഊത്തി കയറ്റി സ്വന്തം അമ്മയുടെ തലയടിച്ച് പൊട്ടിച്ചു. നിന്റെ കരച്ചിൽ എന്നിൽ ആത്മാർത്ഥി ഉണ്ടെങ്കിൽ, എൻ്റെ അമ്മയോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ, ചെയ്തത് തെറ്റായി പോയി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പറ, നിനക്ക് എവിടെ നിന്നാണ് ഈ സാധനം കിട്ടുന്നത്? ആരാണ് സ്കൂളിൽ സപ്ലൈ ചെയ്യുന്നത്? സാറേ, കൊച്ചുകുടന്തറ പാലം കഴിഞ്ഞ റൈറ്റ് കെട്ടിയിട്ട് വരുന്നത്. ഏതാ വണ്ടി? എന്താ സാറേ? സ്റ്റഫാണോ? സ്റ്റഫാ? ഓ പിന്നെ മനസ്സിലാവാത്ത പോലെ. നിങ്ങളുടെ കയ്യില് കഞ്ചാവ് ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നാണ്. ഇല്ല സാറേ. സാധനം എവിടെയാണ്? ഒന്നുമില്ല സാറേ. സാറേ,
ആഹാ സാറായിരുന്നു അപ്പൊ ഉറപ്പായി. ഇല്ല സാറേ, സാറെ കടവന്തരയിലേക്ക് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും കയറിയാണ് സാറേ. വേറെ ഇവിടെ തൊട്ടടുത്ത് വരെ പോകാൻ വേണ്ടിട്ടായിരുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേ, ഞാൻ വണ്ടി സെർച്ച് ചെയ്യട്ടെ. സാറ് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കണേ സാറേ. ഇതിപ്പോ ഇവിടെ. സാറേ എന്താണ് സാറേ കാര്യം? ഇവിടെ മാറിക്ക്. സാറേ എനിക്കൊന്നും അറിയാം ഇവിടെ മാറിക്കടാ. സാറേ. സാറേ സാറേ ഒന്നുമില്ല സാറേ. സാറേ ആരെങ്കിലും വെറുതെ വിളിച്ച് പറഞ്ഞേക്കും സാറേ. വല്ലതും കിട്ടിയോടാ? അമ്മ മാത്രമേ സാറേ. സാറേ എനിക്കൊന്നും അറിയാൻ പാടില്ല സാറേ. പിന്നെ എന്താണ് ഇവിടെ വണ്ടി നിർത്തിയിട്ട് പരിപാടി? पूरा बैग ही है। ആവർത്തിക്കില്ല സാറേ. അബദ്ധം പറ്റിപ്പോയാണ് സാറേ. സത്യമായിട്ട് മേലെ ആവർത്തി സാറേ. ഒന്നും പറയില്ല സാറേ. നമുക്കൊന്നും അറിയാം സാറേ. ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല സാറേ. എടാ ഒരു ഗസ്റ്റ് ഓഫീസർ വിളിക്ക്. ആ തഹസിൽദാരെ വിളിച്ചാൽ മതി, ഞാൻ വിളിച്ചു പറഞ്ഞു. बढ़िया केस। വീട്ടിലറിഞ്ഞ പ്രശ്നമാണ് സാറേ. സാറേ ഒരു അവസരം കൂടി തരാൻ പാടില്ല സാറേ. വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാണ് സാറേ. സാറേ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് പിടിച്ചാണ്. അവരുടെ വണ്ടിക്ക് കുറച്ച് കഞ്ചാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേഹപരിശോധന നടത്താൻ വേണ്ടിയാണ് സാറിനെ വിളിച്ചത്. ഓക്കെ कुछ नहीं है भाई। എന്താണ് എടുക്കടാ എടുക്കടാ. ഇതേ കണ്ടല്ലോ, ഒരു 5-6 കൊല്ലം അകത്ത് കിടക്കാനുള്ള വകുപ്പ് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സന്തോഷ വാർത്ത നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ ചടങ്ങാണ് അടുത്തത്. സാറേ പ്ലീസ് സാറേ വീട്ടിലേക്ക് വിളിക്കില്ല സാറേ. ഞങ്ങൾ കടവന്തരല്ല ചുമ്മാ കറങ്ങാൻ പോയതാ. അപ്പൊ ബിനോയ് കാറിൽ ലിഫ്റ്റ് കയറിയതാ സാറേ. നിനക്ക് അറിഞ്ഞൂടായിരുന്നു ഇവരെന്താണ് പണിയെന്നുള്ളത് അല്ലേ? ഇല്ല സാറേ. നിന്റെ പേരെന്താ? ശ്രീഹരി. നിന്റെ പേരെന്താ? റിസ്വാൻ. നിനക്ക് ഇവനെ നേരത്തെ അറിയോ? സാറേ സത്യമായിട്ട് ഇവന്മാർക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഇവന്മാർ ഈ സീനിലില്ല. നീ മിണ്ടരുത്. ഈ പിള്ളേരെ മൊത്തം ചീത്തയാക്കുന്ന ഇവനെ സാറേ. പക്ഷെ നെറിയുള്ളവനാണോ? കസ്റ്റമേഴ്സിന് ഒറ്റത്തില്ല അവൻ. ആ നിന്റെ വീട്ടിൽ നമ്പർ എത്രയാടാ? വീട്ടിലേക്ക് വിളിക്കില്ല സാറേ. നിന്റെ വീട്ടിൽ നമ്പർ വേടാ? 9745577389. സാറേ പ്ലീസ് സാറേ വീട്ടിലേക്ക് പറയില്ല സാറേ. यार देखा जाए ना, मतलब बहुत गलत हुआ, बहुत ज्यादा। कैसे वो एक केस आया, वहां पे पता लगा कि वो मम्मी को जो अटैक हुआ था वो बच्चे का बच्चे वाला हुआ, फिर वहां से इधर ये चीजें खुल गई। तो बेसिकली हमें ये पता लगा कि जो छोटे छोटे बच्चे हैं वो वीट बेच रहे हैं, सप्लाई कर रहे हैं, वही खरीद भी रहे हैं भाई। तो बाकी देखते हैं कि अगले पार्ट में क्या होगा। तो वैसे यही था हमारा रिएक्शन। आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा। अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट और करिए। अगर चैनल पे नहीं सब्सक्राइब करिए। बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया, अगर फॉलो करना चाहते हो तो कर सकते हो। तो मिलते हैं एक और न्यू पार्ट के साथ, तब तक के लिए बाय।